ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇഡിക്ക് മുന്നിൽ ഹാജരായി തന്ത്രി കണ്ഠരര് രാജീവര് കൊച്ചിയിലെ ഇഡി ഓഫീസിലാണ് ഹാജരായത്. അതേസമയം കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് ഇന്ന് രണ്ടാമത്തെ കേസിലും ജാമ്യം ലഭിച്ചു. ദ്വാരപാലക ശില്പപാളി കേസിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം നൽകിയത്. ഇതോടെ എ പത്മകുമാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും ഒപ്പം സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. ആദ്യം വിഷ്ണു സുരേഷിലേക്ക്. വിഷ്ണു, തന്ത്രിയെ ഇഡി ചോദ്യം ചെയ്യുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ വാർത്ത. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇഡി ചോദിച്ചറിഞ്ഞു, ഒപ്പം തന്നെ മറ്റെന്തൊക്കെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്? പ്രജിൻ, തന്ത്രി രാവിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അദ്ദേഹം ഉച്ചയോടുകൂടി മാധ്യമങ്ങളൊക്കെ മടങ്ങിയ ശേഷമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂറായി അദ്ദേഹം അവിടെ എത്തി ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിച്ചിട്ട്. ഈ കേസിൽ തന്ത്രിയെ സാക്ഷിയാക്കുമോ പ്രതിയാക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SIT രജിസ്റ്റർ ചെയ്ത 2 കേസുകളിലും പ്രതിയാണ് തന്ത്രി. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്ത്രിയെ സാക്ഷിയാക്കുമോ അതല്ല എങ്കിൽ പ്രതിയാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറാക്കി കൊണ്ടുവന്നത് തന്ത്രിയാണെന്നും അതുവഴി ഏതെങ്കിലും തരത്തിലുള്ള ലാഭം തന്ത്രിക്ക് സാമ്പത്തികമായ ലാഭം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുന്നത്. നേരത്തെ ആചാര ലംഘനം തന്ത്രി അതിന് മൗനാനുവാദം നൽകി തുടങ്ങിയ കാര്യങ്ങളൊക്കെ SIT മുന്നോട്ട് വെച്ചെങ്കിലും അതൊന്നും നിലവിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിധിയിലേക്ക് വരുന്നില്ല. അവർ ഈ കേസിലെ കള്ളപ്പണ വെളുപ്പിക്കൽ ഇടപാടും അതോടൊപ്പം തന്നെ ആ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പരിശോധിച്ചു വരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലാണ് തന്ത്രിയോട് വിവരങ്ങൾ ചോദിച്ചറിയുക. തന്ത്രി അല്പസമയം മുമ്പ് എത്തി ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഏകദേശം ഒരു 2-3 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധനകൾ നടത്തിയിരുന്നു. 21 ഇടങ്ങളിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തിയപ്പോൾ തന്ത്രിയുടെ വീട് ഒഴിവാക്കിയിരുന്നു. എന്തുകൊണ്ട് തന്ത്രിയുടെ വീട്ടിൽ പരിശോധന നടത്തിയില്ല എന്നൊരു ചോദ്യം അന്ന് വരികയും തന്ത്രിയെ ED സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപം പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് തന്ത്രിയുടെ EDക്ക് മുമ്പാകെയുള്ള ചോദ്യം ചെയ്യൽ ഏറെ നിർണായകമാകുന്നത്. തന്ത്രിയുടെ സാമ്പത്തിക പശ്ചാത്തലം, ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ, ഈ സ്വർണ്ണക്കൊള്ളയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലാഭം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ, ഈ 3 കാര്യങ്ങളിലാണ് പ്രധാനമായും തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. അതിനുശേഷം തന്ത്രിയെ വിട്ടയക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ കേസിൽ ഇതുവരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് N വാസു അടക്കം 5 പേരെയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. അതിൽ ആറാമത്തെ ആളാണ് തന്ത്രിയെ ഒരുപക്ഷെ വീണ്ടും വിളിച്ച് ചോദ്യം ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. പ്രജിത്ത്, വിഷ്ണു, അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ക്രമക്കേട് എന്ന് പറയുമ്പോൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്? ഇപ്പോൾ ചോദിച്ചറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഉണ്ടോ? അതായത് നേരത്തെ തന്നെ ചില ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. അതിൽ തന്ത്രിക്ക് അവിടെ ഒരു ബാങ്കിന്റെ നിക്ഷേപം ഒരു പ്രൈവറ്റ് ഫിനാൻസ് കമ്പനിയിലായിരുന്നു. അതുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെ വലിയ ആക്ഷേപങ്ങളൊക്കെ ഉയർന്നതാണ്. അതിലൊക്കെ തന്നെ ഈ പണം എവിടെ നിന്ന് വന്നു, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ തന്നെ ED പോകുന്നുണ്ടോ? പ്രജിൻ, തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് 2019-2025 കാലഘട്ടത്തിലാണ് ഈ കേസിന് ആധാരമായ സംഭവങ്ങൾ നടക്കുന്നത്. ആ കാലഘട്ടത്തിൽ തന്ത്രിക്ക് സാമ്പത്തികമായി സംഭവിച്ചിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വത്ത് സമ്പാദനം, ആ കാര്യങ്ങൾ വിശദമായ അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്നുണ്ട്. നേരത്തെ തിരുവല്ലയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ തന്ത്രിക്ക് 2 കോടി 10 ലക്ഷം രൂപ നിക്ഷേപമുണ്ടായിരുന്നെന്നും ആ സ്ഥാപനം പൂട്ടിപ്പോയിട്ടും തന്ത്രി അതുമായി ബന്ധപ്പെട്ടൊരു പരാതി റൈസ് ചെയ്തില്ല എന്നും ആക്ഷേപമുണ്ടായിരുന്നു. അതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ നെടുമ്പറമ്പിൽ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട അവിടുത്തെ സ്ഥാപനത്തിൽ പരിശോധന നടത്തുകയും അവിടുത്തെ ഈ നടത്തിപ്പുകാർ അടക്കമുള്ള ആളുകൾ, അതിൻ്റെ ഉടമ അടക്കമുള്ള ആളുകളോട് തന്ത്രിക്ക് ഇവിടെ നിക്ഷേപം ഉണ്ടായിരുന്നോ എന്ന കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. അതിൽ നിന്ന് വളരെ വ്യക്തമാണ് തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചാണ് EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നതെന്ന്. SITയുടെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസറായി കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ആ പശ്ചാത്തലത്തിൽ അത്തരത്തിൽ സ്പോൺസറായി കൊണ്ടുവന്ന ഘട്ടത്തിൽ ഏതെങ്കിലും സാമ്പത്തിക നേട്ടം തന്ത്രിക്കുണ്ടായിട്ടുണ്ടോ എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായി പരിശോധിക്കും. ഒപ്പം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, അതായത് സ്വർണ്ണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് തന്ത്രിയുടെ ഇൻവോൾവ്മെന്റ് എന്താണ്, അങ്ങനെ സ്വർണ്ണം കടത്തുന്നതിന് ഭാഗമായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതെങ്കിലും ലാഭം തന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ടോ, ഈ 3 കാര്യങ്ങളിലാണ് നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്ത്രിയിൽ നിന്ന് വിവരങ്ങൾ തേടുന്നത്. തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള രേഖകൾ വിശദമായി പരിശോധിച്ചു വരികയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അല്പസമയത്തിനകം തന്നെ ഒരുപക്ഷെ ഒരു വൈകിട്ടോടുകൂടി തന്നെ തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. സാധാരണഗതിയിൽ രാവിലെയോടുകൂടിയാണ് ഈ കേസിന്റെ എല്ലാ ചോദ്യം ചെയ്യലും ആരംഭിച്ചിട്ടുള്ളത്. തന്ത്രി ഉച്ചക്കാണ് എത്തിയത്. അതുകൊണ്ട് ഒരുപക്ഷെ ഒരു 7 മണിയോടുകൂടി തന്ത്രിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി തന്ത്രിയെ വിട്ടയക്കാനുള്ള സാധ്യതയാണുള്ളത്. ആ മൊഴികൾ പരിശോധിച്ച് വീണ്ടും വിളിപ്പിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.